നിങ്ങളെ വില കൊടുക്കാത്ത ആളുകളെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നുണ്ടോ? ഒരു നിമിഷം, നിങ്ങൾ ഇപ്പോൾ എന്തു ചെയ്യുകയാണോ അതൊന്നു നിർത്തി ശാന്തമായിരുന്ന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളുണ്ടാകാം, അല്ലെങ്കിൽ ഒരിലധികം ആളുകളുണ്ടാകാം. നിങ്ങൾ അവർക്കായി സമയം കണ്ടെത്തുന്നു, നിങ്ങൾ അവരെ പരിഗണിക്കുന്നു, അവർക്കായി നിങ്ങൾ നിങ്ങളുടെ സമയം പോലും മാറ്റിവെക്കുന്നു. പക്ഷേ അവർക്ക് നിങ്ങളെക്കുറിച്ച് അതേ ഫീലുണ്ടോ? നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് റിപ്ലൈ ചെയ്യാൻ സമയമില്ല, പക്ഷെ അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉടൻ അവൈലബിൾ ആയിരിക്കണം. നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അവർ ബിസി, പക്ഷെ അവർ കോൾ ചെയ്താൽ നിങ്ങൾ ഉടൻ എടുക്കണം. ഇത് നിങ്ങൾക്ക് വേദനയില്ലേ? ജീവിതത്തിൽ ഒരു വളരെ സിമ്പിൾ ലോ ഉണ്ട്. നിങ്ങൾ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ, ലോകം നിങ്ങളെ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യും. നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാത്തപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. നിങ്ങൾ എല്ലായ്പ്പോഴും അവൈലബിൾ ആണെങ്കിൽ, എപ്പോഴും അതേ എന്ന് പറഞ്ഞാൽ, എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആകില്ല. നിങ്ങളൊരു ഓപ്ഷൻ മാത്രമാകും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വ്യക്തി എല്ലായ്പ്പോഴും ഫ്രീ ആണ്, എപ്പോഴും എല്ലാവർക്കും റെഡി. അവനെ ആരും സീരിയസ്ലി എടുക്കില്ല. കാരണം എളുപ്പത്തിൽ കിട്ടുന്നത് ആർക്കും വിലയില്ല. ഇപ്പോൾ നമ്മളൊരു ഡീപ്പ് ചോദ്യം ചോദിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റേ ചെയ്യാൻ വന്നവരല്ല. ചിലർ ലെസനാണ്, ചിലർ ടെമ്പററിയാണ്, ചിലർ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ റോങ് ആളുകളെ പിടിച്ചു നിർത്തുമ്പോൾ റൈറ്റ് ആളുകൾക്ക് ഇടമില്ലാതാകും. നിങ്ങൾ ഒരു ഡോർ അടച്ചില്ലെങ്കിൽ പുതിയ ഡോർ തുറക്കില്ല. സുഹൃത്തെ, ഒരു ചോദ്യം. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ആൾ ഒരിക്കൽ പോലും നന്ദി പറഞ്ഞിട്ടില്ല. നിങ്ങൾ മെസ്സേജ് അയച്ചു, അവർ സീനാക്കി, റിപ്ലൈ ഇല്ല. നിങ്ങൾ കാത്തിരുന്നു, അവർ വന്നില്ല. നിങ്ങൾ ഒരുപാട് ഗിവ് ചെയ്തു, അവർ ടേക്ക് ചെയ്തു, കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ ഫീലിംഗ് അറിയാം. ആ പെയിൻ റിയലാണ്, ആ എക്സോഷൻ റിയലാണ്. ഇന്ന് ഞാൻ ആ ഒരൊറ്റ ടോപ്പിക്കിനെക്കുറിച്ച് സംസാരിക്കും. നിങ്ങളെ വില കൊടുക്കാത്ത ആളുകൾ, അവരെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം, എന്തുകൊണ്ട് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുന്നു, ഇനി എന്ത് ചെയ്യണം. ആദ്യം നമ്മൾ ഒരു കാര്യം ക്ലിയർ ആക്കണം. ആ ആൾ നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇത് ഗെസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ചില സൈൻസ് ഉണ്ട്, വളരെ ക്ലിയറായ സൈൻസ്. ആദ്യ സൈൻ, അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം. പ്രോബ്ലം വരുമ്പോൾ കോൾ വരും, ഹെൽപ്പ് കഴിഞ്ഞാൽ സൈലൻസ്. നിങ്ങൾക്ക് ബാഡ് ഡേ ആണ്, ആ മെസ്സേജ് ആർക്കും കാണേണ്ടെന്ന്. ഇതൊരു പാറ്റേൺ ആണ്, ഒരു ആക്സിഡൻ്റ് അല്ല. ആ പാറ്റേൺ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? രണ്ടാം സൈൻ, നിങ്ങളൊരു സക്സസ് ഷെയർ ചെയ്തപ്പോൾ അവർ എക്സൈറ്റഡ് ആയില്ല. ഓ ഓക്കെ, ആ ഒരൊറ്റ വാക്ക് മതി. പക്ഷേ മറ്റൊരാളുടെ സക്സസ് കേൾക്കുമ്പോൾ വാവ് അമേസിംഗ്, സ്വന്തക്കാരൻ്റെ ജോയ് കണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ മനസ്സില്ലാത്ത ഒരാൾ, ആ ബന്ധം നിങ്ങൾക്ക് എനർജി കൊടുക്കില്ല, എനർജി മാത്രം എടുക്കും. മൂന്നാം സൈൻ, അവർ പ്ലാൻസ് ക്യാൻസൽ ചെയ്യുന്നത് ഒരു ഗിൽറ്റില്ലാതെ. സോറി, ബിസിയാണ്, ഒരൊറ്റ മെസ്സേജ്, ഒരു എക്സ്പ്ലനേഷനും ഇല്ല. പക്ഷെ നിങ്ങൾ ക്യാൻസൽ ചെയ്താലോ, ഡ്രാമ. നിങ്ങൾ ഒരിക്കലും ടൈം കൊടുക്കില്ല. ഈ ഡബിൾ സ്റ്റാൻഡേർഡ്, ഇത് ശ്രദ്ധിക്കൂ. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഇരിക്കില്ല. നാലാം സൈൻ, ആ ആളുമായി ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടയേർഡാണ്, റിഫ്രഷ്ഡ് അല്ല. ഒരു ഫോൺ കോൾ കഴിഞ്ഞ് ഒന്ന് എക്സോസ്റ്റ് ആയി എന്ന് തോന്നുന്നു. ആ ഫീലിംഗ് ഒരു സിഗ്നലാണ്. ശരീരം നിങ്ങളോട് സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മൈൻഡിൽ കേൾക്കേണ്ടത് ആ സിഗ്നലാണ്. ഇനിയൊരു ചോദ്യം, ഇതൊക്കെ അറിഞ്ഞിട്ടും ഫീൽ ചെയ്തിട്ടും നമ്മൾ എന്തുകൊണ്ട് റിയലൈസ് ചെയ്യുന്നില്ല? ഒന്നാമത്തെ കാരണം സങ്ക് കോസ്റ്റ്. ഞാനിതിൽ ഒരുപാട് ടൈം, എനർജി, ലവ് ഇൻവെസ്റ്റ് ചെയ്തു. ഇനി ലീവ് ചെയ്താൽ അതൊക്കെ വേസ്റ്റ് ആവില്ലേ? ഈ ചിന്ത ഒരു ട്രാപ്പാണ്. പാസ്റ്റിൽ കൊടുത്തത് പാസ്റ്റിലാണ്. ഫ്യൂച്ചറിൽ ഇനി കൊടുക്കാൻ പോകുന്ന ടൈം, എനർജി അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. രണ്ടാമത്തെ കാരണം ലോൺലിനെസ് ഫിയർ. ഇയാളില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാകുമോ? ആ ഭയം റിയലാണ്. ഒരൊറ്റ കാര്യം ഓർക്കൂ, ശരിയായ ആൾ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെടില്ല. ശരിയായ ആൾ നിങ്ങൾ ബെഗ് ചെയ്തോ വെയിറ്റ് ചെയ്തോ ഏൺ ചെയ്യേണ്ടതല്ല. ശരിയായ ആൾ അവർ സിംപ്ലി സ്റ്റേ ആകും, നാച്ചുറലി. ഇനി നിങ്ങളോടൊരു ചെറിയ അഭ്യർത്ഥന കൂടി. നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്നാണ് കാണുന്നത്? നിങ്ങളുടെ നാടെന്താണ്? കമന്റായി എഴുതൂ. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇവിടെ ഒരുപാട് ആളുകൾ ഒരേ സ്വപ്നവുമായി മുന്നോട്ടു പോകുന്നു. കൂടാതെ നമ്മളെപ്പോലെ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാനൊരു സെൽഫ് ഇംപ്രൂവ്മെന്റ് വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ദിവസവും പ്രചോദനമുള്ള ചിന്തകൾ, ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ചെറിയ ശീലങ്ങൾ, വളർച്ചയ്ക്ക് വേണ്ട മാർഗങ്ങൾ, ഇവയെല്ലാം പങ്കുവയ്ക്കുന്നു. ഈ യാത്രയിൽ നിങ്ങൾക്കും കൂടെ നടക്കാൻ തോന്നുന്നുവെങ്കിൽ ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ജോയിൻ ചെയ്യാം.
ഇപ്പോൾ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രാക്ടിക്കലായി മനസ്സിലാക്കണം. കാരണം അറിവ് മാത്രം പോരാ, പ്രവൃത്തിയാണ് ജീവിതം മാറ്റുന്നത്. ആദ്യത്തെ മാറ്റം, എല്ലായ്പ്പോഴും അവൈലബിൾ ആവരുത്. നിങ്ങൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും റെഡിയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാകില്ല. കാരണം അവർക്കറിയാം ഇവൻ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യില്ല, അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയുമില്ല. ഒരു ചെറിയ മാറ്റം ട്രൈ ചെയ്യൂ. ഓരോ കോൾക്കും ഉടൻ റിപ്ലൈ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ സമയം നിങ്ങൾ കൺട്രോൾ ചെയ്യണം. നിങ്ങളുടെ സമയം വിലമതിക്കുക. നിങ്ങളുടെ സമയം നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ സമയം പാഴാക്കുന്നത് നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നതാണ്. ഒരു ദിവസം 24 മണിക്കൂർ മാത്രം. അതിൽ നിങ്ങൾ എത്ര സമയം നിങ്ങൾക്കായി ഉപയോഗിക്കുന്നു? സ്കിൽ പഠിക്കാൻ, ഗ്രോ ചെയ്യാൻ, നിങ്ങളുടെ ഫ്യൂച്ചർ ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മാത്രം. ഇനി മുതൽ നിങ്ങളുടെ സമയം ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. മൂന്നാമത്തെ മാറ്റം, നോ പറയാൻ പഠിക്കുക. ഇത് പലർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം നമ്മൾ എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു സത്യം, നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ നോ പറയാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് യെസ് പറഞ്ഞ് നശിപ്പിക്കുന്നു. നാലാമത്തെ മാറ്റം, സെൽഫ് റെസ്പെക്റ്റ് സംരക്ഷിക്കുക. നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ ഒരിക്കലും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യില്ല. നിങ്ങൾ ടോളറേറ്റ് ചെയ്യുന്ന ബിഹേവിയർ നിങ്ങളുടെ സ്റ്റാൻഡേർഡാകും. ഒരു വ്യക്തി നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്താൽ നിങ്ങൾ സൈലന്റായിരുന്നാൽ അവനത് റിപ്പീറ്റ് ചെയ്യും. കാരണം നിങ്ങളതിനെ അലൗ ചെയ്തിരിക്കുന്നു. ഇതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനാവില്ല എന്ന് മനസ്സിൽ തീരുമാനിക്കൂ. ഇനിയൊരു ബീപ്പ് പോയിന്റ്, നിങ്ങൾ നിങ്ങളെ ഇംപ്രൂവ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഫോക്കസ് ചെയ്താൽ നിങ്ങളെ ഇഗ്നോർ ചെയ്ത ആളുകൾ ഒരു ദിവസം നിങ്ങളെ നോട്ടീസ് ചെയ്യും. പക്ഷേ അത് നിങ്ങളുടെ ഗോൾ ആകരുത്. നിങ്ങളുടെ ഗോൾ ബെറ്റർ വേർഷൻ ഓഫ് യോർസെൽഫ് ആകുക. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് മാറ്റം, നിങ്ങളുടെ സർക്കിൾ മാറ്റുക. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളോടൊപ്പം ഇരിക്കുക. നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ആളുകളോടൊപ്പം സമയം ചിലവഴിക്കൂ. കാരണം നിങ്ങൾ ആരോടൊപ്പം സമയം ചിലവഴിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ചെറിയ ചേഞ്ചസ് നിങ്ങളുടെ ഫ്യൂച്ചർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ അതേ പ്ലേസിൽ തന്നെ നിർത്തുന്നുണ്ടോ? ഇനി മുതൽ എല്ലായ്പ്പോഴും അവൈലബിൾ ആവരുത്. നിങ്ങളുടെ സമയം പ്രൊട്ടക്റ്റ് ചെയ്യൂ. നോ പറയാൻ പഠിക്കൂ. സെൽഫ് റെസ്പെക്റ്റ് കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫ് ഫോക്കസ് ചെയ്യൂ. ഒരു നിമിഷം. ഇപ്പോൾ നിങ്ങൾ ശാന്തമായിരിക്കൂ. നിങ്ങളുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കൂ. നിങ്ങളുടെ ജീവിതമൊന്ന് ചിന്തിക്കൂ. ഡീപ്പ് പോസ്. ഇതുവരെ നിങ്ങൾ ജീവിച്ച ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച ജീവിതമാണോ? രാവിലെ എഴുന്നേറ്റ് അതേ റൂട്ടീൻ, അതേ ആളുകൾ, അതേ പ്രശ്നങ്ങൾ. മാസം കഴിഞ്ഞാൽ വീണ്ടും അതേ സ്ഥിതി. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ട് എന്റെ ജീവിതം മാറുന്നില്ല? എന്തുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പുറത്തുവരാൻ കഴിയുന്നില്ല? സത്യം എന്താണെന്നറിയാമോ? നിങ്ങൾ മാറ്റം വരുത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ അതേപടി തുടരുന്നു. നിങ്ങൾ വിടേണ്ട ആളുകളെ നിങ്ങൾ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നു. നിങ്ങൾ ഒരാളെ ചേസ് ചെയ്യുന്നു, അവരുടെ അറ്റൻഷൻ വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ അവർക്ക് നിങ്ങൾ പ്രയോറിറ്റിയല്ല. ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് ട്രൂത്താണ്. ഇനി ഒരു നിമിഷം ചിന്തിക്കൂ. നിങ്ങൾ ചേസ് ചെയ്യുന്നത് നിർത്തിയാൽ എന്താകും? നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഫോക്കസ് ചെയ്താൽ എന്താകും? നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയാൽ എന്താകും? ഓർക്കൂ, നിങ്ങളെ വില കൊടുക്കാത്ത ആളുകൾക്ക് നിങ്ങളുടെ സമയം അർഹതയില്ല. നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ എനർജി അർഹതയില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കണം. നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകളെ, നിങ്ങളെ വില കൊടുക്കാത്ത ബന്ധങ്ങളെ. ഇത് ഈസിയല്ല, ഇത് പെയിൻഫുള്ളാണ്, ഇത് ഇമോഷണലാണ്. പക്ഷേ ഇത് നെസസറിയാണ്. ഒരു നിമിഷം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണോ അതൊന്ന് നിർത്തൂ. ശാന്തമായിരിക്കൂ. ഈ വീഡിയോയുടെ തുടക്കം മുതൽ ഇതുവരെ നിങ്ങൾ കേട്ട എല്ലാ വാക്കുകളും ഒന്ന് ഓർക്കൂ. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ വേദനകൾ, ഇതിൽ പലതും നിങ്ങൾക്ക് റിലേറ്റ് ആയിട്ടുണ്ടാകും. കാരണം നമ്മളിൽ പലരും ഒരേ പ്രശ്നം നേരിടുന്നവരാണ്. നമ്മളെ വില കൊടുക്കാത്ത ആളുകളെ നമ്മൾ തന്നെ പിടിച്ചു നിർത്തുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു. പ്രശ്നം മറ്റുള്ളവരല്ല, നമ്മൾ അനുവദിക്കുന്നതിലാണ് പ്രശ്നം. ഇനിയൊരു സത്യം മനസ്സിലാക്കൂ. നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആരും വരില്ല. ആരും നിങ്ങളെ റെസ്ക്യൂ ചെയ്യില്ല. ആരും നിങ്ങളെ സേവ് ചെയ്യില്ല. നിങ്ങളെ മാറ്റേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്.
ഇത് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ തുടരണമോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് വേണോ? നിങ്ങൾക്ക് പീസ് വേണമെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കണം. നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകളെ, നിങ്ങളെ വില കൊടുക്കാത്ത ബന്ധങ്ങളെ. ഒരു നിമിഷം ചിന്തിക്കൂ. നിങ്ങൾ ഇന്നൊരു ഡിസിഷൻ എടുക്കുന്നു. നിങ്ങളെ വാല്യൂ ചെയ്യാത്തവരെ വിട്ടുകൊടുക്കുന്നു. നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ജീവിതം തിരഞ്ഞെടുക്കുന്നു. 6 മാസം കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെയായിരിക്കും? കൂടുതൽ കോൺഫിഡന്റ്, കൂടുതൽ പീസ്ഫുൾ, കൂടുതൽ സ്ട്രോങ്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. നിങ്ങൾ ഇന്നെടുക്കുന്ന ഡിസിഷൻ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കും. നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റിയാക്കും. നിങ്ങളെ നഷ്ടപ്പെടാൻ പേടിക്കുന്ന ആളുകൾ നിങ്ങളെ വാല്യൂ ചെയ്യും. നിങ്ങളെ ഈസിലി ലഭിക്കുന്ന ആളുകൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യും. അതിനാൽ നിങ്ങളെ ചീപ്പാക്കരുത്. നിങ്ങളെ ഈസിലി അവൈലബിൾ ആക്കരുത്. ഇനി ഒരു കാര്യം മാത്രം. ഈ വീഡിയോ കണ്ടിട്ട് മോട്ടിവേറ്റായി നിർത്തരുത്. ആക്ഷൻ എടുക്കൂ. ഇന്ന് തന്നെ തുടങ്ങൂ. ഇപ്പോൾ തന്നെ തുടങ്ങൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹൃദയത്തിൽ തട്ടിയെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്നാണ് കാണുന്നത്? നിങ്ങളുടെ നാടെന്താണ്? കമന്റായി എഴുതൂ. സെൽഫ് ഇംപ്രൂവ്മെന്റ് വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. നമുക്കൊരുമിച്ച് വളരാം. നമുക്കൊരുമിച്ച് ഉയരാം. നിങ്ങളുടെ മികച്ച ജീവിതം ഇന്നു തന്നെ ആരംഭിക്കട്ടെ.